ഞാൻ പറയുന്ന വാചകം നിങ്ങൾ എടുത്തു വെച്ചോളൂ. നരേന്ദ്രമോദിക്കെതിരെ എന്ന ഒരു വാചകം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഈ 10 വർഷത്തിൽ ഞാൻ കേട്ടിട്ടില്ല. മോദി എന്ന വാക്ക്, മോദി എന്ന പേര് പറയുന്ന കേട്ടിട്ടുണ്ടോ? കേട്ടോളൂ. ഇവിടെ പശുവിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടന്നു. വീട്ടിലെ അടുക്കളയിൽ സൂക്ഷിച്ച ഭക്ഷണത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടന്നു. രാജ്യമാകെ അതിനെ അപലപിച്ചു. ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളുടെ നാക്ക് അനങ്ങിയോ? ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലക്ക് ആ അക്രമികൾക്കെതിരെ അക്ഷരം നിങ്ങൾ സംസാരിച്ചു? നിങ്ങൾക്കോ നിങ്ങളുടെ കൂടെയുള്ള ഭരണാധികാരികൾക്കോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയാതിരുന്നത്? നിങ്ങള് രാജ്യത്തിന്റെ ഭരണഘടനയെ മാനിക്കുന്നില്ല, മതനിരപേക്ഷത. മോദിയോട് ഒരു കാര്യമേ പറയാനുള്ളൂ. തെരഞ്ഞെടുപ്പ് ചട്ടം എല്ലാവർക്കും ബാധകമാണ്, അത് പ്രധാനമന്ത്രിക്കും ബാധകമാണ്. കേരളത്തിൽ വന്ന് തീർത്ഥാടകർ എന്ന് മാത്രം പറഞ്ഞു, തീർത്ഥാടന കേന്ദ്രം എന്ന് മാത്രം പറഞ്ഞ് തൊട്ടപ്പുറം മംഗലാപുരം അവിടെ പോയി നേരെ ശബരിമലയെയും അയ്യപ്പനെയും എല്ലാം എടുത്തു പറഞ്ഞ് കേരളത്തെ അപമാനിക്കാൻ പുറപ്പെടുന്നത് മാന്യതയല്ല. ആ സ്ഥാനത്തിരിക്കുമ്പോ ആ മാന്യത പുലർത്താനുള്ള ആർജവം കാണിക്കണം എന്നാണ് മോദിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അമിത്ഷാ കേരളത്തിൽ വന്ന് ഒരു പ്രഖ്യാപനം, സർക്കാരിനെ വലിച്ചിട്ട് താഴെ കളിയല്ല, അതിനൊന്നുള്ള ശേഷി ആ തടിക്കുണ്ട് തോന്നുന്നു. അതിന് ഈ തടി പോരാ. പിന്നെ അമിത്ഷാ അതൊക്കെ അങ്ങ് ഗുജറാത്തിലും മറ്റും പ്രയോഗിച്ചാണ്. വിവിധ സ്ഥലങ്ങളിലുള്ള പഴയ RSSകാരായ ഇപ്പോഴത്തെ വിവിധ സ്ഥാനങ്ങളിലിരിക്കുന്ന അവര് മുഖ്യമന്ത്രി കസേരയിലാകാം, കേന്ദ്രമന്ത്രി സ്ഥാനത്താകാം, മറ്റു പല സ്ഥാനത്തുമാകാം. അങ്ങനെയെല്ലാം ഉള്ളവരെ കേരളത്തിലിറക്കി എന്തോ ഉണ്ടാക്കി കളയാം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ഇവിടെ ഈ നാട്ടിൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അമിത്ഷാ വന്ന് എന്തോ കാണിച്ചു കളയുന്നതായിരുന്നില്ലേ? അത് നനഞ്ഞ പടക്കം പോലെയായിരിക്കും. ഇതാണ് അവസ്ഥ. ഒരു സംഭവവും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ ഉയർത്തുന്നത് ഒരു വെല്ലുവിളിയാണെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ എപ്പോഴേ ഈ നാട് സന്നദ്ധമാണ് എന്ന കാര്യം ഓർത്തോളണം. കൂടുതൽ വർഗീയ സംഘർഷത്തിലേക്ക് നീക്കുക കാര്യങ്ങൾ, ഇതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് രാജ്യത്ത് BJP ഭരണം ഉള്ളടമായാലും എല്ലാതരങ്ങളായാലും സംഘപരിവാർ ബോധപൂർവം വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും വർഗീയമായ ചേരിതിരിവും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലക്ക് അമിത്ഷാക്ക് അറിയാത്ത കാര്യമാണോ? നിങ്ങളുടെ അത്തരമുള്ള എല്ലാ നീക്കങ്ങളും നടക്കാത്ത ഒരിടം ഇന്ന് ഇന്ത്യയിൽ ഈ കേരളമാണ്. നമ്മുടെ പ്രധാനമന്ത്രി ഡൽഹിയിൽ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ പോയി ഷൂ അഴിച്ചു വെച്ചാണ് അകത്തേക്ക് കടന്നത്. വലിയ ആദരവോടെയാണ് അകത്തേക്ക് കടന്നത്. അത് കേൾക്കുമ്പോ അവിടെ ഇരുന്ന എനിക്ക് ദീപികയുടെ മുഖപ്രസംഗമാണ് എന്താണ് വടക്കേ ഇന്ത്യയിലെ സ്ഥിതി എന്ന്, ഏത് തരത്തിലുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത് എന്ന്. ആക്രമണങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ശക്തമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നത് ക്രൈസ്തവ സമൂഹത്തെ ആകെ വേദനിപ്പിക്കുന്ന സ്ഥിതി വരുന്നു. ഇവിടെ അരമനയിൽ കയറിയതുകൊണ്ടോ അവരുടെ മുന്നിൽ കേക്ക് വെച്ച് നീട്ടിയതുകൊണ്ടോ അത് ഇതിനൊന്നും പരിഹാരമല്ല. കേരളത്തിൽ തെറ്റ് ചെയ്താൽ മുഖം നോക്കാതെ നടപടി ഉണ്ടാവും. നിങ്ങള് രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ പ്രധാനികളാണ്. അപ്പൊ ഞങ്ങൾ എന്ത് അക്രമ പ്രവർത്തനവും ഗൂണ്ടാ പ്രവർത്തനവും നടത്തിയാൽ അതെല്ലാം സൽപ്രവൃത്തിയായി കണക്കാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ ചെലവാകി. നിങ്ങൾ ആക്രമണം നടത്തിയാൽ അക്രമികൾ എന്ന നിലക്ക് കേസുണ്ടാവും. നരേന്ദ്രമോദി പരാമർശിച്ച സ്ഥാനാർത്ഥി, അദ്ദേഹം സ്ഥാനാർത്ഥിയായതിനു ശേഷം വന്ന കേസല്ല. സ്ഥാനാർത്ഥിയാകുന്നതിന് മുൻപ് അദ്ദേഹം ചെയ്ത RSS കാണുന്ന സൽപ്രവൃത്തിയുണ്ട്. ആ സൽപ്രവൃത്തി ശബരിമല ഭക്തരെ ആക്രമിച്ചതായിരുന്നു, തേങ്ങ കൊണ്ടടക്കം അടിച്ചതായിരുന്നു. അത് RSSന്റെ കണ്ണിൽ സൽപ്രവൃത്തിയാകാം, പക്ഷെ കേരളത്തിന്റെ കണ്ണിൽ അത് സൽപ്രവൃത്തിയല്ല. നിങ്ങൾ ശബരിമല തീർത്ഥാടകരെ ആക്രമിക്കാൻ ആളെ വിട്ടു. നിങ്ങൾ കാണിച്ച ഇരട്ട താപ്പ് എന്തായിരുന്നു മോദി? നിങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചു ശക്തമായ നടപടിയെടുക്കണം, 144 അവിടെ പ്രഖ്യാപിക്കണം, നിരോധനാജ്ഞ പ്രഖ്യാപിക്കുക മാത്രമല്ല ഇവിടുന്ന് സേന, കേന്ദ്ര സേന ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണം. നിങ്ങളെ ഗവൺമെന്റ് അല്ലേ സംസ്ഥാന ഗവൺമെന്റ് അറിയിച്ചത്? ഇതൊക്കെ പ്രധാനമന്ത്രി എന്നയാൾക്ക് പറയേണ്ട മറുപടി അല്ല, മറ്റൊരു തരത്തിലാണ് പറയേണ്ടത്. പക്ഷെ ആ പ്രധാനമന്ത്രി സ്ഥാനത്തോടൊരു ബഹുമാനം കാണിക്കണമല്ലോ. അതുകൊണ്ട് ആ അർഹിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ ഞാൻ മടിക്കുകയാണ്. സാധാരണ നിലക്ക് അല്പന്മാർക്ക് മറുപടി പറയാൻ പാടില്ല എന്നാണ്. പിന്നെ ഇത്തരം കാര്യങ്ങള് വലിയ കാര്യമാണ് എന്ന് ധരിച്ച് നടക്കുന്ന കുറച്ചു പേര് അദ്ദേഹത്തിന്റെ ബില്ലിൽ അണിനിരന്നിട്ടുണ്ടെന്നുള്ളതുകൊണ്ടാണ് അവരും കൂടി മനസ്സിലാക്കാനാണ് ഇക്കാര്യം പറയുന്നത്.